സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് 50 ദിവസത്തോളമായി കാണാതെയായ ഒരു VIP കണ്ടുകിട്ടിയ സുഹൃത്തുക്കളെ, ഈ ദൃശ്യം ഒന്ന് നോക്കൂ. മോദി ഷാജി ടീം നേരത്തെ തന്നെ ഒതുക്കിയ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ടോ? അതെ, ആള് അത് തന്നെ, ജഗ്ദീപ് ധൻഖർ. ആരോടും പറയാതെ ഒരു ദിവസം രാജിവെച്ച് പോയ നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി പുള്ളി തിരിച്ചെത്തിയിരിക്കുന്നു. പുതിയ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് ധൻഖർ പ്രത്യക്ഷപ്പെട്ടത്. ഈ ചടങ്ങിൽ കൂടി ധൻഖർ വന്നില്ലായിരുന്നുവെങ്കിൽ പുള്ളിയുടെ രാജസ്ഥാനിലെ MLA പെൻഷന്റെ കാര്യവും ഗുദാഹവ ആയേനെ. അതായത് അതും മോദി ഷാജി ടീം മുടക്കിയേനെ. അതുകൊണ്ടാണ് ധൻഖർ മാളത്തിൽ നിന്ന് പുറത്തു ചാടിയത് എന്നാണ് ചില സംഘപരിവാറുകാർ തന്നെ അടക്കം പറയുന്നത്. എന്നാൽ അതല്ല, RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തി കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലാണ് പുള്ളി ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായത് എന്നാണ് മറ്റൊരു സംസാരം. എന്തായാലും ധൻഖറിന്റെ രാജി BJPയിലെ അന്തർസംഘർഷങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. RSS തലവൻ മോഹൻ ഭാഗവതും മോദി അമിത്ഷാ ടീമും തമ്മിലുള്ള വലിയ ഭിന്നതയുടെ പ്രതിഫലനമായും ധൻഖറിന്റെ സംഭവം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഭിന്നത അത്രത്തോളം രൂക്ഷമായതുകൊണ്ടാണ് BJPയുടെ പുതിയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പും നീണ്ടു പോകുന്നതത്രേ. എന്തുകൊണ്ടാണ് ധൻഖർ രാജിവെച്ച് ഒഴിഞ്ഞത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നാൾ ഒളിവ് ജീവിതം നയിച്ചത്? അതും BJP അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നീളുന്നതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും അങ്ങനെയുള്ള BJP അന്തർനാടകങ്ങൾ അത് സംസാരിക്കാനാണ് ഈ വീഡിയോ. ധൻഖർ പൊതുവേദിയിൽ എത്തിയെങ്കിലും അദ്ദേഹം എന്തിനാണ് രാജിവെച്ച് ഒഴിഞ്ഞത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയും ദുരൂഹതയും തുടരുകയാണ്. മോദിയെ വളരെയേറെ ബഹുമാനിച്ചിരുന്ന, അമിത്ഷായെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന നേതാവായിരുന്നു ധൻഖർ. ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ BJP ആഗ്രഹിച്ചതുപോലെ മിക്കപ്പോഴും പ്രതിരോധത്തിലാക്കാൻ, ആരോപണ നിഴലിൽ നിർത്താൻ ധൻഖറിന് കഴിഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ BJP നേതാവിനെ പോലെയാണ് ധൻഖർ എന്ന ബംഗാൾ ഗവർണർ പ്രവർത്തിച്ചത്. അതിന്റെ പ്രതിഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഉപരാഷ്ട്രപതി പദവി. 2022 ഉപരാഷ്ട്രപതി ആയതിനു ശേഷവും പാർട്ടിക്കൂറ് അദ്ദേഹം നല്ലവണ്ണം പ്രകടമാക്കി. രാജ്യസഭ ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് പുലർത്തി. ഒരുപക്ഷെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയേക്കാൾ പ്രതിപക്ഷത്തെ വിരട്ടി ഒതുക്കാൻ നോക്കിയത് ധൻഖർ ആയിരുന്നു. ആ രീതിയിൽ എല്ലാം കൊണ്ടും മോദി ഷാജി ടീമിന്റെ ആളായിരുന്നു ധൻഖർ. അങ്ങനെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജൂലൈ 21 അദ്ദേഹം രാജിവെച്ചത്. തലേ ദിവസം വരെ സജീവമായിരുന്ന ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം കാരണം രാജിവെച്ചത്. പക്ഷെ അതല്ല കാര്യമെന്ന് വ്യക്തമായിരുന്നു. എന്തോ പന്തികേട് അതിലുണ്ടെന്ന് എല്ലാവർക്കും അന്ന് തന്നെ മനസ്സിലായി. BJPക്കുള്ളിലെ അന്തചിത്രങ്ങളുടെ കഥകൾ പുറത്തു വന്നു തുടങ്ങി. ജയറാം രമേശിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ ഈ ചോദ്യം ഉയർത്തി. ധൻഖറിന്റെ ദുരൂഹരാജി സോഷ്യൽ മീഡിയയിലും ചർച്ചയായി. രാജിവെച്ച ധൻഖർ എവിടെയാണ് എന്നതും ദുരൂഹമായി തുടർന്നു. ഔദ്യോഗിക വസതിയായ വൈസ് പ്രസിഡന്റ് എൻക്ലേവ് ഒഴിഞ്ഞ അദ്ദേഹം ഹരിയാനയിലെ അജയ് ചൌട്ടാലയുടെ ഫാം ഹൗസിലായിരുന്നു താമസം എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം. അദ്ദേഹത്തെ കേന്ദ്രം വീട്ടുതടങ്കലിലാക്കിയെന്നും മോദി ടീം ധൻഖറിനെ വനവാസത്തിന് അയച്ചുവെന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിനിടയ്ക്ക് MLA പെൻഷൻ പുനഃസ്ഥാപിക്കാൻ ധൻഖർ അപേക്ഷ നൽകുകയും ചെയ്തു. എന്തായാലും അങ്ങനെയുള്ള ധൻഖറാണ് പൊതുവേദിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അപ്പോഴും ധൻഖറിന്റെ രാജി സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രാജിയിലേക്ക് നയിച്ചത് BJPക്കുള്ളിലെ പടലപ്പിണക്കമാണ്. മോദിയുടെയും അമിത്ഷായുടെയും ഈഗോയും ഇതിന് കാരണമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തി ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഗുരുമൂർത്തി ധൻഖറിന്റെ രാജിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധൻഖറിനെതിരെ കേന്ദ്രം ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് വരെ നീങ്ങിയെന്നാണ് ഗുരുമൂർത്തി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനായിരുന്നു ഇംപീച്ച്മെന്റ് നടപടി? BJPയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ധൻഖർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് കാരണം. അതായത് വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ ഇംപീച്ച്മെന്റ് മോഷൻ സംബന്ധിച്ച ധൻഖറിന്റെ നടപടികളാണ് ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് S ഗുരുമൂർത്തി പറയുന്നത്. ഭരണപക്ഷത്തെ നിലപാടിന് വിരുദ്ധമായി ധൻഖർ പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് മോഷൻ അനുവദിച്ചതാണ് പ്രശ്നമായത്. ഭരണപക്ഷം ഇത് സംബന്ധിച്ച മോഷൻ കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പായിരുന്നു ധൻഖറിന്റെ ഈ പ്രതിപക്ഷത്തോട് ചേർന്നുള്ള നീക്കം. തുടർന്ന് മന്ത്രിമാർ തന്നെ ധൻഖറിനെ അതൃപ്തി അറിയിച്ചു. ഒപ്പം ഭരണപക്ഷം ധൻഖറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്കും നീങ്ങി.
100 MP-മാരുടെ ഒപ്പും ശേഖരിച്ചു. സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ധൻഖർ രാജിവെക്കുകയായിരുന്നു എന്നാണ് ഗുരുമൂർത്തി പറയുന്നത്. എന്നാൽ ഇതിനും അപ്പുറമാണ് കാരണങ്ങൾ എന്നാണ് BJP-ക്കുള്ളിലെ പടലപ്പിണക്കങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. ധൻഖർ യോഗി ആദിത്യനാഥിനെ നിരന്തരം പ്രശംസിക്കുന്നത് മോദിക്ക് ഇഷ്ടമായിരുന്നില്ല അത്രേ. മാത്രമല്ല ഗഡ്കരിയുമായുള്ള ധൻഖറിന്റെ ബന്ധവും മോദി ഷാജി ടീമിന് അനിഷ്ടമുണ്ടാക്കി. ആദിത്യനാഥും ഗഡ്കരിയും RSS തലവൻ മോഹൻ ഭാഗവതുമായി ഏറെ അടുപ്പം പുലർത്തുന്നവരാണ്. ആദിത്യനാഥ് ആണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി പദവി നോട്ടമിടുന്ന ആളുമാണ്. ഇപ്പുറത്ത് അമിത്ഷായും പ്രധാനമന്ത്രി പദവി നോട്ടമിടുന്ന ആളാണ്. ഇതുകൂടാതെ ധൻഖർ മോദി ഷാജി ദ്വയത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി സ്വതന്ത്രമായി പ്രവർത്തിച്ചതും ഇവർക്ക് ഇടയിൽ അനിഷ്ടം കൂട്ടി. ബീഹാർ, ബംഗാൾ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരവേ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് 16 മണിക്കൂർ ചർച്ചയ്ക്ക് അനുമതി നൽകാൻ ധൻഖർ ശ്രമിച്ചത് BJP തീരുമാനത്തിന് വിരുദ്ധമായിട്ടായിരുന്നു. തുടർന്ന് ധൻഖർ പാർട്ടിക്ക് വിധേയനാകുന്നില്ല എന്ന് MP-മാർക്ക് അധ്യക്ഷൻ JP നദ്ദ തന്നെ ബ്രീഫ് ചെയ്തു. ഇതൊരു ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകുമെന്നുള്ള സന്ദേശം ധൻഖറിനെ കിട്ടി. നാണക്കേട് ഭയന്ന് അദ്ദേഹം രാജിവെച്ചു. ഇതാണ് സംഭവിച്ചത് എന്നാണ് BJP രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്തായാലും ധൻഖറിന്റെ രാജി RSS തലവൻ മോഹൻ ഭാഗവതിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മോദിയും അമിത്ഷായും തീരുമാനിക്കുന്നത് ശരിയാകില്ല എന്നുള്ള നിലപാടിലാണ് RSS. അതുകൊണ്ട് തന്നെ ഭാഗവതിനെ അനുനയിപ്പിക്കാനാണ് RSSന് കൂടി താല്പര്യമുള്ള CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മോദി അമിത്ഷാ ടീം കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴും BJP അധ്യക്ഷന്റെ കാര്യത്തിൽ RSS അയയാൻ തയ്യാറല്ല. നമുക്കറിയാം JP നദ്ദയുടെ കാലാവധി ഇങ്ങനെ നീട്ടി പോവുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന ഒരു പ്രസിഡന്റ് ആകാതെ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ വേണം എന്നുള്ളതാണ് RSSന്റെ നിർബന്ധം. അതുകൊണ്ട് RSS നിർദ്ദേശിക്കുന്നത് സഞ്ജയ് ജോഷിയുടെ പേരാണ്. ജോഷിയാകട്ടെ മോദിയുടെയും അമിത്ഷായുടെയും പ്രധാന എതിരാളിയുമാണ്. മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ജോഷിക്കെതിരെ 2005-ൽ ഒരു വ്യാജ ലൈംഗിക വീഡിയോ പ്രചരിച്ചിരുന്നു. മോദിക്ക് ജോഷിയോടുള്ള അതൃപ്തി പരസ്യമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത്. തുടർന്ന് ജോഷി പൊതുരംഗത്ത് തന്നെ പിൻവാങ്ങിയിരുന്നു. 2012 വരെ അദ്ദേഹം BJPയുടെ എക്സിക്യൂട്ടീവിൽ സജീവമായിരുന്ന ആളുമാണ്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദി. പക്ഷെ മോദി വളർന്നതിന് ശേഷം BJPയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ജോഷിയെ ഉൾപ്പെടുത്താനുള്ള RSSന്റെ എല്ലാ ശ്രമങ്ങളെയും മോദി തടഞ്ഞു വെട്ടി. മോദിയുടെ ജനപ്രീതിക്ക് മുന്നിൽ RSSന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ മോദിയുടെ ജനപ്രീതി കുറഞ്ഞു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. ഇതെല്ലാം മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിലാണ് RSS ഇപ്പോൾ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. സംഘപരിവാറിലെ സാധാരണ പ്രവർത്തകർക്ക് പോലും ബഹുമാനമുള്ള ഒരു സംഘടനാ പ്രവർത്തകനാണ് സഞ്ജയ് ജോഷി. അദ്ദേഹത്തിന്റെ പേര് RSS നിർദ്ദേശിക്കുന്നത് മോദിക്കെതിരെയുള്ള നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഈ നീക്കത്തെ വെട്ടാനാണ് മോദി ഷാജി ടീമിന്റെ നീക്കം. ശിവരാജ് ചൗഹാൻ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ പേരുകളാണ് മോദി ടീം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ധൻഖർ വിഷയം, അധ്യക്ഷന്റെ കാര്യത്തിലെ തർക്കങ്ങൾ, BJPക്കുള്ളിലെ ഈ തർക്കങ്ങളുടെ പുകച്ചുരുളുകൾ ഉയരുകയാണ്. വോട്ട് ചോരി ആരോപണം മോദി ഷാജി ദ്വയത്തിന് ജനപ്രീതി കുറച്ചുവെന്നാണ് RSS വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം വരണമെന്ന് അവർ പറയുന്നു. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും RSS മുന്നറിയിപ്പ് നൽകുന്നു. രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയർന്നു വരുന്ന സാഹചര്യവും RSS ചൂണ്ടിക്കാട്ടുന്നു. അതെല്ലാം വെറുതെയാണെന്നാണ് പക്ഷേ മോദി അനുകൂലികളുടെ വാദം. എന്തായാലും രണ്ടു കൂട്ടരും ഇങ്ങനെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ധൻഖർ വിഷയം പോലെ ഇനിയും അസാധാരണ സംഭവങ്ങൾ BJPക്കുള്ളിൽ, സംഘപരിവാർ സംഘടനകൾക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.